പണത്തിന്റെ ഹുങ്കിനും മതത്തിന്റെ പേരിലുള്ള ചൂഷണം ചെയ്യലിനുമെതിരെ ശക്തമായ നിലപാടുമായി കേരള ഹൈക്കോടതി. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം 10/1/2025 കേരള ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നു. അന്നേ ദിവസം അടിയന്തര പ്രാധാന്യം ഉന്നയിച്ച് വാദം കേൾക്കാൻ ആവശ്യപ്പെടുന്നു. കോടതിയുടെ നിലപാട്: 10/1/2025 തീയതി ജാമ്യാപേക്ഷ നൽകിയ മറ്റു പ്രതികളോടൊപ്പം മാത്രം 14/1/2025 ജാമ്യത്തിന്റെ വാദം കേൾക്കും. ഇതനുസരിച്ച് 14/1/2025 ജാമ്യത്തിന്റെ വാദം കേൾക്കുന്നു, ജാമ്യം അനുവദിക്കുന്നു. എന്നാൽ പണത്തിന്റെ ഹുങ്കും അഹങ്കാരവും നിറഞ്ഞ രീതിയിൽ കേരള ഹൈക്കോടതിയെ ദ്വയാർത്ഥത്തിലൂടെ വെല്ലുവിളിക്കുന്നു. 15/1/2025 ശക്തമായ മറുപടിയുമായി കേരള ഹൈക്കോടതി. ജാമ്യം റദ്ദു ചെയ്യാനും കോടതിക്ക് മടിയില്ല. ഇന്നേ ദിവസം തന്നെ സുപ്രധാനമായ മറ്റൊരു നിലപാട് കൂടി. മതത്തിന്റെ പേരിൽ സമാധിയായ നെയ്യാറ്റിങ്കര ഗോപൻ എന്ന വ്യക്തിയുടെ കുടുംബത്തിനെതിരെയാണ് ഹൈക്കോടതിയുടെ നിലപാട്. കുടുംബം ഒരു റിട്ട് പെറ്റീഷനുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. കല്ലറ പൊളിച്ച് പരിശോധന നടത്താനുള്ള സബ് കളക്ടറുടെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയുടെ മറുചോദ്യം ഒന്നു മാത്രം: മരിച്ചതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ മരണം അസ്വാഭാവികം, അന്വേഷണം വേണം, അതിന്റെ റിപ്പോർട്ട് വേണം. ഇത്തരത്തിലുള്ള രണ്ട് പ്രശ്നങ്ങളിൽ കേരള ഹൈക്കോടതി വ്യക്തമായ നിലപാടെടുത്തിരിക്കുകയാണ്. ഇത് പൊതുജനങ്ങളിൽ ജുഡീഷ്യറിക്കുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു.